നമ്മൾ വെറുതെ കൊടുത്ത ആർക്കും അതിനൊരു വിലയില്ല. ഇത്രയും മഹത്തായ ഒരു ശാസ്ത്രം നമുക്കൊരു യൂണിവേഴ്സിറ്റി പോയിട്ടോ അങ്ങനെയൊന്നും പഠിക്കാൻ പറ്റും നല്ലത്. ഇത് ഗുരുശിഷ്യ സമ്പ്രദായം മാത്രം പഠിക്കേണ്ടതാണ്. എല്ലാവരെയും മനസ്സ് നിറയണം ആ ദീക്ഷ എടുക്കുന്ന ആ ദിവസങ്ങളിൽ. അപ്പം അത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ സഹായിക്കുന്നവർക്കൊക്കെ നമ്മൾ അതെല്ലാം ഉൾപ്പെടെയാണ് ഒരു അത്ര വലുതല്ലാത്തൊരു ഫീസ് ഞാൻ വെച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ അഗ്നികർമ്മം എന്നൊരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട് ആയുർവേദത്തിലെ സർജറി വിഭാഗത്തിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണത്. പല കേസുകളിൽ അഗ്നികർമ്മം ചെയ്യാം. അതുവരെ കഴിച്ചിരുന്ന മരുന്ന് നിർത്തിയിട്ട് ഇത് മാത്രം ചെയ്യുക അങ്ങനെയില്ല. നമ്മൾ അവരെ നന്നായിട്ട് ബോധവൽക്കരിച്ചിട്ട് തന്നെയാണ്. പിന്നെ ഈ ഏതാനും ദിവസത്തെ ക്ലാസ് കൊണ്ട് തീരുന്നേ ഇല്ല. മാഡം, ഈ ഹീലിങ്ങിൽ എല്ലാവരും ചോദിക്കുന്നൊരു സംശയമാണ്, പല വിധത്തിൽ ഹീല് ചെയ്യാമെന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ ഇത് എത്രമാത്രം ഫലവത്താവും? ഇപ്പോൾ അമേരിക്കയിൽ ഇരിക്കുന്ന ഒരാൾക്ക് ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് ഹീൽ ചെയ്യണം, അത് എത്രമാത്രം ഫലവത്താവും, അല്ലെങ്കിൽ എത്രത്തോളം അതിന് എഫക്റ്റ് ഉണ്ടാകും എന്നൊരു ചോദ്യമില്ലേ? അതെങ്ങനെയാണ്? കാരണം ഈ യൂണിവേഴ്സിന് ടൈമും ഡിസ്റ്റൻസും ഒന്നും ഇല്ല. സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ മൊബൈലിൽ വിളിക്കുമ്പോൾ നമ്മൾ എത്ര ദൂരെ ഇരുന്നാലും ഭൂമിയുടെ മറുപുറത്തിരിക്കുന്നവർ പോലും നമ്മളിവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് നേരിട്ട് സംസാരിക്കും പോലെ തന്നെയല്ലേ, അല്ലാതെ കുറച്ച് ലാഗൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ എനർജി ശൂന്യതയിലൂടെ സഞ്ചരിക്കും, നമ്മളുടെ ഈ നമ്മളയക്കുന്ന എനർജി. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ എത്തുന്നതും നമുക്ക് ഹീലിംഗ് സാധ്യമാവുന്നതും. അങ്ങനെ ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ധാരാളം ഈ എബാക് മീഡിയയിലെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് തന്നെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും വളരെ ദൂരെ നിന്നൊക്കെ എനിക്ക് ധാരാളം കോളുകൾ വരുന്നുണ്ട്. അപ്പോൾ അത് വലിയ വലിയ കേസുകളാണ് കൂടുതലും. അൾഷിമേഴ്സ്, പാർക്കിൻസോണിസം, അല്ലെങ്കിൽ ഓട്ടിസം, CP, സെറിബ്രൽ പാൾസി പോലുള്ള വലിയ വലിയ രോഗങ്ങളൊക്കെ വരുന്നു. അതുകൂടാതെ സ്ട്രക്ചറലായിട്ടുള്ള വ്യത്യാസമുള്ള മുട്ടിന് തേയ്മാനം, ഡിസ്ക് പ്രൊലാപ്സ്, അല്ലെങ്കിൽ കിഡ്നിയിൽ കല്ല്, അതുപോലെ ക്രിയാറ്റിനിൻ കൂടുതലാണ്, കിഡ്നി ഫെയിലുവർ, അങ്ങനെ ഹാർട്ടിൻ്റെ ഫെയിലുവർ, അങ്ങനെ ഒത്തിരി കേസുകൾ വരിക. അപ്പുറത്തേക്ക് ഒരു ആയുർവേദ ഡോക്ടർ കൂടെ ആയതുകൊണ്ടാവും ഇങ്ങനെയുള്ള കേസുകൾ വരുന്നത്. പക്ഷെ നമുക്ക് എല്ലാവരെയും നമുക്ക് ചികിത്സിക്കാൻ പറ്റില്ലല്ലോ, അതിനുള്ള സമയം ഒന്നാമതില്ല. പിന്നെ നമുക്ക് ഇത്തരം കുറച്ച് കൂടിയ കേസുകളാകുമ്പോഴേ ഇത് പോരാ. ഞാൻ പറയുന്നത് ഇവർ ചിലപ്പോൾ ഈ പേഷ്യൻറ്റിന് വന്ന് പഠിക്കാൻ പറ്റുന്ന അവസ്ഥയാവില്ല. പക്ഷെ അവരുടെ ഏറ്റവും ഇമോഷണലി അടുത്ത ബന്ധമുള്ള ആ വീട്ടിലെ ആളുണ്ടല്ലോ, ഇപ്പോൾ അമ്മയാവാം, അല്ലെങ്കിൽ മകളാകാം, മകനാകാം, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അച്ഛനെ പറയാത്ത അച്ഛൻ മിക്കവാറും ജോലിക്ക് പോകുന്ന ആളായിരിക്കും ചിലപ്പോൾ. അങ്ങനെയാണ്. അല്ലെങ്കിൽ അച്ഛനാവാം, അച്ഛന്മാരും വന്ന് പഠിച്ച, അച്ഛനും അമ്മയും കൂടെ ഒരുമിച്ച് കുട്ടിക്ക് വേണ്ടി വന്ന് പഠിച്ച അനുഭവമുണ്ട് എനിക്ക്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും വന്ന് പഠിച്ചിട്ട് അവർക്ക് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ ചെയ്തു കൊടുക്കണം. ഇപ്പോൾ ഒരു ഓട്ടിസം ഉള്ളൊരു കുട്ടിക്ക് വേണ്ടി അമ്മ തന്നെ പഠിച്ചിട്ട് ചെയ്തു കൊടുത്താലോ, അച്ഛനും അമ്മയും കൂടി പഠിച്ചിട്ട്. അപ്പോൾ അതല്ലേ വേണ്ടത്. ഇപ്പം എൻ്റെ അടുത്ത് വരുന്ന അങ്ങനെ വലിയ വലിയ കേസുകളൊക്കെ ഞാൻ അങ്ങനെയാണ് പറയാറുള്ളത്. വലിയ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മരുന്ന് കൊടുത്ത് മാറ്റാൻ പറ്റാത്ത തരം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെയുള്ളതിനൊക്കെ അവരുടെ വീട്ടിൽ തന്നെ പഠിച്ചിട്ട് അവർ ഡെയിലി കൊടുക്കുക. അത് ദൂരെ ഇരുന്ന് വേറൊരാൾക്കത് പറ്റില്ലല്ലോ, കുറേ നാൾ കൊടുക്കണം. അപ്പോൾ ഞാൻ പറയാറുള്ളത് അങ്ങനെ വീട്ടിലുള്ള ഒരാൾ തന്നെ പഠിച്ചിട്ട് ഹീലിംഗ് കൊടുക്കുക. അപ്പോൾ അതിന് മെച്ചം വരും. ഇത് ശരിക്കും ആക്ഷനുണ്ട്. ഇത്തരം കേസുകളെല്ലാം ഗുണമുണ്ട്, അതൊന്നും കണ്ടിട്ടുണ്ട്. പാർക്കിൻസോണിസം, ഈ ഓട്ടിസം പോലുള്ള കേസുകളിലെല്ലാം നമ്മളത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അൾഷിമേഴ്സിന് നമുക്ക് ചെയ്യാവുന്ന ഒരു യന്ത്രം തന്നെയുണ്ട്. ബുദ്ധിയും എഡ്യൂക്കേഷൻ, മെമ്മറി, ഇൻ്റലിജൻസ് അതൊക്കെ വർദ്ധിക്കുന്നതിനുള്ള യന്ത്രം തന്നെ നമ്മുടെ ഇന്ത്യൻ തന്ത്രയിലുണ്ട്. അതൊക്കെ നമുക്ക് റെഗുലർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി നമുക്കിത് ചെയ്യാമെന്നിരിക്കെ അവർക്ക് വന്ന് പഠിച്ചുകൂടെ? വീട്ടിലൊരാൾക്ക് ഇതത്ര പ്രയാസമൊന്നുമില്ല. അപ്പോൾ അത് വന്ന് പഠിച്ചിട്ട് അവർ ഡെയിലി ചെയ്തു കൊടുക്കട്ടെ എന്നാണ് ഞാൻ അവരോട് നിർദ്ദേശിക്കാറുള്ളത്. പലപ്പോഴും അവർ പഠിക്കാൻ തയ്യാറാവാത്തത് പണത്തിൻ്റെ ഒരു ചെറിയ പൈസയെ ഞാൻ വാങ്ങുന്നുള്ളൂ. കാരണം ഇത് ദക്ഷിണ വാങ്ങണം. തന്ത്രദീക്ഷ കൊടുക്കുമ്പോൾ ദക്ഷിണ വാങ്ങാതെ കൊടുക്കാൻ പാടില്ല. അത് നിയമമാണത്, തന്ത്രയിലെ നിയമമാണ്. അപ്പോൾ മാത്രമല്ല, നമ്മൾ വെറുതെ കൊടുത്ത ആർക്കും അതിനൊരു വിലയില്ല. ഇത്രയും മഹത്തായ ഒരു ശാസ്ത്രം നമുക്കൊരു യൂണിവേഴ്സിറ്റി പോയിട്ടോ അങ്ങനെയൊന്നും പഠിക്കാൻ പറ്റും നല്ലത്. ഇത് ഗുരുശിഷ്യ സമ്പ്രദായം മാത്രം പഠിക്കേണ്ടതാണ്. അപ്പം
അങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ അത് തീരെ കുറവാകാൻ പാടില്ല, ഒരുപാട് കൂടുതലും ആകാൻ പാടില്ല. അതിൻ്റെ വാല്യൂ അവർ മനസ്സിലാക്കണം. പിന്നെ നമ്മൾ അവർക്ക് ഒരുപാട് നോട്ട്സ് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരിട്ട് മാത്രമേ ദീക്ഷ കൊടുക്കാറുള്ളൂ. അപ്പോൾ അവർ 2 ദിവസം വന്ന് അവിടെ പഠിക്കുമ്പോൾ ഉണ്ടാവും, നമ്മളെ സഹായിക്കാൻ കുറേ സ്റ്റാഫുകളുണ്ടാവും. അവരുടെ മറ്റ് ഇപ്പോൾ ഫുഡൊക്കെ ആണെങ്കിലും നമ്മളെല്ലാവർക്കും സദ്യ പോലെയാണ് നമ്മൾ കൊടുക്കുന്നത്. എല്ലാവരെയും മനസ്സ് നിറയണം ദീക്ഷ എടുക്കുന്ന ആ ദിവസങ്ങളിൽ. അപ്പം അത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ സഹായിക്കുന്നവർക്കൊക്കെ നമ്മൾ അതെല്ലാം ഉൾപ്പെടെയാണ് ഒരു അത്ര വലുതല്ലാത്തൊരു ഫീസേ ഞാൻ വെച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഒരു കൂലിപ്പണിക്കുന്ന പോകുന്ന ഒരാൾക്ക് പോലും അടയ്ക്കാൻ പറ്റുന്നൊരു ദക്ഷിണയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, ഫസ്റ്റും സെക്കൻഡും ഡിഗ്രി ഒരുമിച്ച് കൊടുക്കും. ഫസ്റ്റ് കൊടുത്തിട്ട് പിന്നെ 21 ഡേയ്സോ കഴിഞ്ഞിട്ട് സെക്കൻഡ് കൊടുക്കണം അങ്ങനെ ചെയ്യുന്നവരുണ്ട്. പക്ഷെ എൻ്റെ ഗുരു എനിക്കിങ്ങനെ ഒരുമിച്ച് തന്നതുകൊണ്ട് ഞാൻ അങ്ങനെ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ എന്താ സെക്കൻഡിലാണ് നമുക്ക് യന്ത്രവും മന്ത്രവും കിട്ടുക. അപ്പോൾ സെക്കൻഡ് കൂടി കൊടുക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് എല്ലാ കാര്യങ്ങൾക്കും ചെയ്യാൻ പറ്റും. ഫസ്റ്റിൽ നമ്മളെ ചാനലൈസ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ സെക്കൻഡ് കൂടെ കൊടുക്കുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് ഹീലിംഗൊക്കെ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് കൊണ്ട് അങ്ങനെ കൊടുക്കാറ്. അപ്പോൾ ഫീസിൻ്റെ കാര്യത്തിൽ അവർ വിഷമിക്കണ്ട. പിന്നെ വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കും ഉള്ള ആൾക്കും ചെറിയ കുട്ടിക്കും വലിയവർക്കും ഒക്കെ പഠിക്കാം. പ്രായം ഒന്ന് ലിമിറ്റേഷൻ 80 85 വയസ്സുള്ളവർ വരെ വന്ന് ദീക്ഷ എടുത്ത് ഇത് പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്. മാത്രമല്ല ഞാനിതിനൊരു സാധനയായിട്ടാണ് പഠിപ്പിക്കണത്. തന്ത്രസാധന, ക്രിയായോഗ സാധന, അങ്ങനെയാണ് ഇതിനെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതൊരു ഇനിയിപ്പോൾ മിക്കവാറും പേരും ചികിത്സിക്കാൻ വേണ്ടിയൊന്നുമല്ല, സ്വന്തം ഡെവലപ്മെൻറ്റിന് വേണ്ടി പഠിക്കുന്നവരാണ്. ആ ഒരു ട്രാൻസ്ഫോർമേഷന് വേണ്ടി. പിന്നെ ചില അസുഖങ്ങളൊക്കെ ഉണ്ടായിട്ട് ഹീലിങ്ങിന് വേണ്ടി പഠിക്കുന്നവരുമുണ്ട്. പ്രായമായവർ അവർക്ക് ഗൃഹസ്ഥാശ്രമം വിട്ടിട്ട് അവർക്ക് സന്യാസം, വാനപ്രസ്ഥം, സന്യാസം അതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരും വന്ന് പഠിക്കാറുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഉതകുന്ന രീതിയിലാണ് ഈ ഒരു സമ്പ്രദായം. അപ്പോൾ അങ്ങനെ വന്ന് എല്ലാവർക്കും പഠിക്കാൻ പറ്റും, അവർക്ക് ഹീലിങ്ങും ചെയ്യാൻ പറ്റും. ഇപ്പോൾ ദീക്ഷ കൊടുക്കുന്ന ഞാൻ ചെയ്യുന്ന പോലെ തന്നെ അവർക്കും ചെയ്യാൻ പറ്റും. യൂണിവേഴ്സ് എല്ലാവർക്കും ഒരുപോലെ അല്ലേ? ഒരാൾക്ക് കൂടുതൽ കിട്ടും, ഒരാൾക്ക് കുറവ് കിട്ടും, അങ്ങനെയില്ല. ഇപ്പോൾ ഈ ദീക്ഷ കൊടുത്തിട്ട്, ഇപ്പോൾ ദീക്ഷ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ എന്തെങ്കിലും അത്ര സിവിയർ ആയിട്ടുള്ള കേസുകളുള്ള ആളുകൾക്ക് അവരുടെ കൂടെയുള്ളവർക്ക് ദീക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അത് മറ്റെന്തെങ്കിലും വിഷയത്തിലേക്ക് പോകില്ലേ? കാരണം ചില ആളുകൾ ഇതിൽ മാത്രം വിശ്വസിക്കും, ആശുപത്രിയിൽ പോകാതെ ഇപ്പോൾ ഇതുകൊണ്ട് മാത്രം ഒരു അത്ഭുത വിദ്യ ആയതുകൊണ്ട് അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് ഇതിൽ മാത്രം വിശ്വസിച്ച് പോകുന്ന ആളുകളുണ്ട്. ഇല്ല, അങ്ങനെ ഒരിക്കലുമില്ല. എൻ്റെ അനുഭവത്തിൽ ഇന്നുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. മരുന്ന് കഴിക്കുകയും അതിനോടൊപ്പം ഹീലിംഗ് ചെയ്യുകയും, അല്ലെങ്കിൽ അങ്ങനെ മരുന്ന് വേണ്ടാത്ത തരം കേസുകളുണ്ടാവും. അപ്പോൾ ഹീലിംഗ്, ഇപ്പോൾ കിഡ്നിയിൽ ക്രിയാറ്റിനിൻ കൂടുതലാണ്, മരുന്ന് കഴിക്കാൻ പേടിയുണ്ട് ചിലർ. അങ്ങനെ വരുമ്പോൾ സുജോക്കോ അല്ലെങ്കിൽ റിക്കിയോ ഞാൻ ചെയ്യും. ചിലപ്പോൾ രണ്ടും കൂടെ ചെയ്യും. അല്ലെങ്കിൽ അഗ്നികർമ്മം എന്നൊരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട് ആയുർവേദത്തിലെ സർജറി വിഭാഗത്തിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണത്. പല കേസുകളിൽ അഗ്നികർമ്മം ചെയ്യാം, അത് ചെയ്യാം. അപ്പോൾ ഉള്ളിലേക്ക് കൊടുക്കാവുന്ന മരുന്ന് അല്ലാതെ, അല്ലെങ്കിൽ ഹിപ്നോതെറാപ്പിയാണ് വേണ്ടെങ്കിൽ പല ശാസ്ത്രങ്ങൾ പഠിച്ചിരിക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്. എല്ലാ ഡോക്ടേഴ്സും അങ്ങനെ വേണ്ടതാണ്. കാരണം ഒന്നല്ലെങ്കിൽ ഒന്ന് നമുക്ക് ചെയ്തിട്ട് രോഗിയെ രക്ഷിക്കുക എന്നുള്ളതാണല്ലോ പ്രധാനം. അപ്പോൾ നമുക്ക് ഏത് ഉപയോഗിച്ചാലാണ് അവർക്ക് അസുഖം മാറ്റാൻ പറ്റുക അത് ചെയ്യും. ഇപ്പോൾ എൻ്റെ അടുത്ത് വന്ന ഒരാൾ പോലും അതുവരെ കഴിച്ചിരുന്ന മരുന്ന് നിർത്തിയിട്ട് ഇത് മാത്രം ചെയ്യുക അങ്ങനെയില്ല. നമ്മൾ അവരെ നന്നായിട്ട് ബോധവൽക്കരിച്ചിട്ട് തന്നെയാണ്. പിന്നെ ഈ ഏതാനും ദിവസത്തെ ക്ലാസ് കൊണ്ട് തീരുന്നേയില്ല. ഇപ്പോൾ ദീക്ഷയ്ക്ക് മുമ്പായിട്ട് ക്ലാസ്സുകളുണ്ടാവും, മെഡിറ്റേഷൻ ക്ലാസ്സുകളുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ദീക്ഷ കഴിഞ്ഞിട്ട് ദീക്ഷ കൊടുത്തിട്ടേ യന്ത്രമന്ത്രങ്ങളൊക്കെ കൊടുക്കുകയുള്ളൂ. അവരത് വരച്ച് പഠിക്കണം, മന്ത്രം ജപിക്കാൻ പഠിക്കണം. കാരണം പ്രൊനൗൺസിയേഷൻ തെറ്റാൻ പാടില്ല, തെറ്റിയാലത് മന്ത്രമാവില്ല. അത് കഴിഞ്ഞ് റേക്കിയ ദീക്ഷ എടുത്തവർക്ക് മാത്രമുള്ള മെഡിറ്റേഷനുണ്ട്. അത് നമ്മൾ ഓൺലൈനായിട്ടാണ് പഠിപ്പിക്കുക. ആദ്യവും രണ്ടാമതും ചെയ്യുന്ന മെഡിറ്റേഷൻ ക്ലാസ്സൊക്കെ ഓൺലൈനാണ്. അത് കോവിഡിന് ശേഷമാണ് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഓൺലൈൻ നമ്മളിപ്പോൾ ശീലിച്ചു. അതിനുശേഷം ഇവരെപ്പോഴും വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടാവും. ആദ്യം മുതലുള്ളവർ ഉണ്ടാവും. നമ്മൾ ഏത് ബാച്ചിനൊരു ക്ലാസ് വന്നാലും ഇവർക്ക് പങ്കെടുക്കാം. എല്ലാവർക്കും ലിങ്ക് അയക്കും. നേരിട്ട് ആ ദിവസം 2 ദിവസം വീട്ടിലെ ക്ലാസ് ഉണ്ടല്ലോ, ആ ക്ലാസ്സിൽ ഇവർക്ക് നേരിട്ട് വരാം. നേരിട്ടാണ് ഈ 2 ദിവസം, വീട്ടിലാണതെല്ലാം. വീടെന്ന് വെച്ചാൽ അതിന് വേണ്ടിയാണ് ആ വീട് ഉണ്ടാക്കിയിട്ടുള്ളത്. റേക്കി യോഗ പഠിപ്പിക്കാൻ വേണ്ടിയും
ആണ് ആ വീട്. അല്ല വീട് താമസിക്കാൻ വേണ്ടി ഒരു വീടെന്നുള്ള ഉദ്ദേശമേ അല്ല ഇതിനുള്ളത്. അപ്പോൾ ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സിൽ എന്ന് പഠിച്ചവർക്കും ആ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാം. എപ്പോൾ വേണമെങ്കിലും അത് റിഫ്രഷ് ചെയ്യണം. അപ്പം അങ്ങനെ ഒരിക്കലും ആ ക്ലാസ് പഠിച്ച് നമ്മളിപ്പോൾ സ്കൂള് കോളേജൊക്കെ പഠിച്ചിട്ടങ്ങ് ഇറങ്ങി പോകല്ലേ. ഇതങ്ങനെയല്ല, എന്നും ഇങ്ങനെ ടച്ചിലുണ്ടാവും. അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ആർക്കും പഠിക്കാം.